ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथां विदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखां विदंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी शबानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പോൾ അടുത്തത് 9.29 അതാണ് അടുത്ത ആഴ്ചക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള ശ്ലോകം. 9.29 അല്ലേ? സമോഹം സർവഭൂതേഷു നമേ ദേശു അസ്തി നാ പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേതേഷു ചാപ്യ. സമോഹം സർവഭൂതേഷു നമേ ദേശു അസ്തി നാ പ്രിയ ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम्. ये सावित्री माता जी 9:29. प्रभु समोहं सर्वभूतेषु न मे देशोऽस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम्. हरे कृष्ण. ओके, श्यामला माता जी. ले मंगला माता जी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. सम्मोहं सर्वभूतेषु न मे देशोऽस्ति न प्रिया ये भजन्ति तो मां भक्त्या मयि ते तेषु चाप्यहम्. हरे कृष्ण. വെരി ഗുഡ്. സ്മിത മാതാജി എൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല, എല്ലാറ്റിനോടും സമഭക്തിയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തിപുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഹരേ കൃഷ്ണ. I envy no one, nor am I partial to anyone. I am equal to all. But whoever renders service unto me in devotion is a friend, is in me, and I am also a friend to him. സമോ അഹം സർവഭൂതേഷു, എല്ലാം ഭഗവാന്റെ മക്കളാണ്. ഓക്കെ, നമ്മൾ മനുഷ്യ രൂപത്തിലാണ്, ചിലവർ പക്ഷികളുടെ രൂപത്തിലാണ്, ചില മൃഗങ്ങളുടെ രൂപത്തിലാണ്, ചില വൃക്ഷങ്ങളുടെ രൂപത്തിലാണ്. എല്ലാം ജീവാത്മാക്കളാണ്, എല്ലാം സ്പിരിറ്റ്സുകളാണ്. അപ്പോൾ എന്ത് തന്നെ ആവരണം, നമ്മളുടെ ആകൃതി എന്തായാലും ശരി, എന്തുകൊണ്ട് നമ്മളുടെ ആത്മാവിനെ ആവരണം ചെയ്യപ്പെട്ടാലും ശരി, ഭഗവാന്റെ സന്താനങ്ങളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈക്വലായിട്ടാണ് അവർ ഭഗവാൻ കാണുന്നത്. പക്ഷേ ആരാണോ എന്നെ ഭക്തി പുരസ്കാരം ആരാധിക്കുന്നത് അവർക്ക് ഞാൻ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എല്ലാവരും ഈക്വലായിട്ട് കാണുന്നു. എല്ലാ ജീവനും സർവഭൂതേഷു, മനുഷ്യർ മാത്രമല്ല പറഞ്ഞിരിക്കുന്നു. സമൂഹം സർവഭൂതേഷു, 84 ലക്ഷം വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അല്ലേ? അവരെല്ലാവരും ഞാൻ സമമായിട്ട് കാണുന്നു. നമ്മെ ദേഷ്യസ്തി നാ പ്രിയ, എനിക്ക് ഒരാളും പ്രത്യേകിച്ചിട്ട് ഒരു ദ്വേഷം പറഞ്ഞാൽ എന്താണ് ദ്വേഷം എന്ന് പറഞ്ഞാൽ? ഒരു മിനിറ്റ് കേട്ടോ, അവരെ
വെറുപ്പ് തോന്നാറില്ലേ പ്രഭു? हरे कृष्णा प्रभु म्यूटले प्रभु टा ഞാൻ ഓക്കെ. അപ്പൊ ആരോടും എനിക്ക് പ്രത്യേകിച്ചിട്ട് സ്നേഹവുമില്ല, പ്രത്യേകിച്ചിട്ട് എനിക്ക് വെറുപ്പുമില്ല. ആരാണോ എന്നെ സ്നേഹത്തോടു കൂടിയിട്ട് ഉപാസിക്കുന്നത്, ആരാധിക്കുന്നത്, അവർക്ക് ഞാനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ, അവരെൻ്റെ സുഹൃത്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ വല്ല തെറ്റുണ്ടോ? വല്ല അപാകതയുണ്ടോ? വല്ല പാർഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ടോ? ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ? ഇല്ല, ഏ? ഭക്തന്മാരോടില്ലേ പ്രഭു? ആ, ഭക്തന്മാരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഭഗവാൻ. ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് പാർഷ്യാലിറ്റി ആണോ എന്ന് ചോദിക്കുന്നത്. അല്ല അല്ല, അവരത് ചെയ്യുന്നുണ്ട്, അത് കാരണം അവർക്കത് കൊടുക്കണം. ആ, അല്ല, അത് അവർ ഭക്തിയുടെ സേവനം ചെയ്യുന്നോണ്ട് അവർക്ക് കൊടുക്കല്ലേ. അതെ. മറ്റവരൊന്നും ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ ചില ആൾക്കാർ പറയും, അയ്യോ ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നു, ചില ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്നു, പണക്കാർക്ക് മാത്രം പണം വീണ്ടും വീണ്ടും കൊടുക്കുന്നു, പാവങ്ങൾക്ക് വീണ്ടും അവരെ പാപ്പറാക്കുന്നു, അവർ വീണ്ടും വീണ്ടും അവരെ പാപ്പറാക്കുന്നു, അല്ലെ? അപ്പൊ ഇത് പാർഷ്യാലിറ്റി അല്ലേ ചോദിക്കും. അപ്പൊ നമുക്കതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഭഗവാന്റെ ഈ ആക്ഷനെ നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഭഗവാൻ ചെയ്യുന്നത് പാർഷ്യാലിറ്റി അല്ല എങ്ങനെ പറയാൻ പറ്റും? പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഭഗവാനിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പാവങ്ങൾക്ക് പിന്നെ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പാവങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പണക്കാർക്ക് ഒരുപാട് ഇത് കൊടുക്കുമ്പോ അവരതിൽ കുടുങ്ങി കിടക്കും, അതാണോ? അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ടോ, ഭഗവാൻ ഉള്ളവർക്ക് മാത്രം വാരിക്കോരി കൊടുക്കുന്നു, ഇല്ലാത്തവർക്കൊന്നും കൊടുക്കുന്നില്ല, അവരെ വീണ്ടും പാപ്പറാക്കുന്നു. ആർക്കാണ് ഭഗവാൻ ആർക്കാണ് കൊടുക്കുക? ആരുടെ വിളിയാണ് കേൾക്കുക? എല്ലാവരെയും വിളി കേൾക്കും. ഭക്തരോട് സോഫ്റ്റ് കോർണർ ഉണ്ട്. ഭഗവാനോട് ഭക്തി ഭക്തം കാണിക്കുന്നത് ആ യെസ്, ഭക്തര് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കുന്നു, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നില്ല. അവർക്ക് ആവശ്യമുണ്ട്, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ഭഗവാൻ പറയുന്നു നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ, 4 നിയമങ്ങളും പാലിച്ച് ജീവിക്കാൻ വേണ്ടി പറയുന്നു, പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു, അതൊന്നും കേൾക്കുന്നില്ല. പക്ഷെ എല്ലാം വേണേനും. അപ്പൊ ആരാണോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നത് അവര് അനുസരണയുള്ള കുട്ടികളാണ്. അനുസരണ ഇല്ലാതെ ജീവിക്കുകയാണ്, പക്ഷെ എല്ലാം വേണേനും കിട്ടില്ല. ഭഗവാൻ എത്ര പേരുള്ളൂ, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഒരാൾക്കൊരു സ്പെഷ്യൽ ഒരവസരം കൊടുക്കുന്നില്ല, ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വലാണ്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി ഈക്വലായിട്ട് കൊടുത്താലും ചില ആൾക്കാർ അത് വേണ്ട വിധം അതിനെ ഉപയോഗിക്കുന്നു, ചില ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വലാണ് കൊടുക്കുന്നത്. അതിൽ ചില ആൾക്കാരും മാനിക്കുന്നു, ചില ആൾക്കാർ മാനിക്കുന്നില്ല, ചില ആൾക്കാർ കേൾക്കുന്നു, ചില ആൾക്കാർ കേൾക്കുന്നില്ല, ചില ആൾക്കാർ അനുസരിക്കുന്നു, ചില ആൾക്കാർ അനുസരിക്കുന്നില്ല. അപ്പൊ അനുസരണമുള്ള ആൾക്കാരും കേൾക്കുന്ന ആൾക്കാർക്കും ഭഗവാൻ തീർച്ചയായിട്ടും അവരെ അടുത്ത് പിടിക്കുന്നു. മറ്റുള്ളവരെ യെസ്, നിങ്ങൾ അനുസരിക്കൂ, നിങ്ങളെ ഞാൻ അതേപോലെ ട്രീറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, 30 കുട്ടികൾക്കും ടീച്ചർ സാവിത്രി ടീച്ചറാണ് അല്ലെ, 30 കുട്ടികൾക്കും ഒരേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെ. എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടോ? ഇല്ല.
ഒരേപോലെ എല്ലാവരും പഠിക്കണം, എല്ലാവരും മിടുക്കന്മാരാവണം, എല്ലാവരും നല്ല മാർക്കോട്ട് ചെയ്യിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ അത് എല്ലാവരും ഉൾക്കൊന്നില്ല. ചില ആൾക്കാർ പഠിക്കില്ല, ചില ആൾക്കാർ ഹോംവർക്ക് ചെയ്യില്ല, ചില ആൾക്കാർ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയില്ല. ചില കുട്ടികൾ എന്താണോ ടീച്ചർ പറയുന്നത് അത് പ്രകാരം കേട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് ക്ലാസ്സിലെ പാഠങ്ങളെല്ലാം പഠിച്ച് അനുസരണ കുട്ടികളാവുമ്പോൾ അവരോട് താല്പര്യം കാണിക്കുന്നത് പാർഷ്യാലിറ്റി ആണോ? അത് പാർഷ്യാലിറ്റി അല്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ സമൂഹം സർവഭൂതേഷു. ഭഗവാൻ അത് നമുക്ക് പ്രഭുജി പറയുകയാണെങ്കിൽ കരുതലാണോ? അപ്പൊ കരുതലും സ്നേഹമാണോ അത്? കരുതലും സ്നേഹിച്ചാൽ നമ്മള് പറയുന്നത് പോലെ ഇപ്പൊ ഒരു ആചാര്യൻ, ഒരു ഗുരു പറയുന്ന പോലെ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഗുരു അല്ലെങ്കിൽ ആചാര്യന് ആ ശിഷ്യനോട് പ്രത്യേകം ഒരു മമത ഉണ്ടായിരിക്കും. പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരോട് മമത ഇല്ല എന്നല്ല, പക്ഷെ അവരെ ശിക്ഷിക്കും, ചാസ്റ്റൈസ് ചെയ്യും, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ സമൂഹം സർവഭൂതേഷു, എല്ലാവർക്കും സമമാണ്. പക്ഷെ എൻ്റെ നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഫേവർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എല്ലാം ഭഗവാന്റെ മക്കളാണ്. അപ്പൊ ഒരാളോട് പാർഷ്യാലിറ്റി കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പോ ഒരു സ്പോർട്സിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു പങ്കെടുക്കാൻ. എല്ലാവരും ഫസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. ഒരു 10 പേര് സ്പോർട്സിൽ ഒരു റണ്ണിങ് റേസിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ, അതിൽ 10 പേരിൽ ഒരാളെ ഫസ്റ്റ് വരുന്നുള്ളൂ. ആ ഫസ്റ്റ് വരുന്ന ആൾ അത്രയും പ്രയത്നിച്ചിട്ടുണ്ട്, അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് വരുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് മെഡൽ കിട്ടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഐ envy no one nor am I partial to anyone. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഗോഡ് ഈസ് impartially partial. God is, or Krishna is impartially partial. അങ്ങനെ ചൈതന്യ പ്രഭു അറിയണ്ടായി. കൃഷ്ണ ഈസ് ഇംപാർഷ്യലി പാർഷ്യൽ. എന്താണ് ഇംപാർഷ്യലി പാർഷ്യൽ? ഞാൻ പറഞ്ഞ തന്നെ, ആരാണോ അനുസരിക്കുന്നത് അവരോട് പാർഷ്യാലിറ്റി കാണിക്കും, ആരനുസരിക്കുന്നില്ല അവരോട് ആ പാർഷ്യാലിറ്റി കാണിക്കില്ല. അപ്പൊ എല്ലാവരോടും ഇംപാർഷ്യലാണ്. അറ്റ് ദ സെയിം ടൈം ഈസ് പാർഷ്യൽ ടു ദോസ് ഹു ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള ശ്ലോകം. നമ്മളുടെ റെഗുലർ ശ്ലോകം ഏതാണ്? അതില് 8 നമ്മളെ ഇതല്ലേ 3.40 ആണോ? ആണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, 8:40 അല്ലേ? ഹരേ കൃഷ്ണ. ഞാൻ സൗത്ത് വൃന്ദാവനിലാണ് കേട്ടോ. എവിടെ? അവിടെ എവിടുന്ന് ഹിന്ദി? സൗത്ത് വൃന്ദാവനില്. എന്താ അവിടെ എന്താണ്? എന്റെ വീട്ടിൽ ആരുമില്ല, അപ്പൊ അങ്ങോട്ട് പോന്നു. ശരി. ശരിക്കും അവിടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇത് കാരണം ക്യാൻസൽ ചെയ്താൽ മതി, ഈ പെയിന്റിങ് എല്ലാം കൂടിയിട്ട്. അപ്പൊ അങ്ങോട്ട് പോന്നു പ്രഭുജി. പിന്നെ ഇവിടെ കുറച്ച് സേവയുണ്ട് ക്ലാസ് കഴിഞ്ഞാല്. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ചാപ്റ്റർ 3, ടെക്സ്റ്റ് 40. ഇന്ദ്രിയാണി മനോബുദ്ധേർ അസ്യാധിഷ്ഠാനം ഉച്യത്തെ ഏതേർവിമോഹയതി യേഷാ ജ്ഞാനം ആവൃത്യ ദേഹിനാം. ഇന്ദ്രിയാണി മനോബുദ്ധേർ അസ്യാധിഷ്ഠാനം ഉച്യത്തെ ഏതേർവിമോഹയതി യേഷാ ജ്ഞാനം ആവൃത്യ ദേഹിനാം. ഓക്കെ, മംഗളമാതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഇന്ദ്രിയാണി മനോബുദ്ധിരസാധിഷ്ഠാനമുച്യത്തെ ഏതിർവിമോഹയത്യേഷ ജ്ഞാനമാവൃതദേഹിനം. ഹരേ വെരി ഗുഡ്. കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. Very ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രിയാണി മനോബുദ്ധിർ അസ്യാധിഷ്ഠാനമുച്യത്തെ ഏതദ്വിമോഹ്യത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഹരേ കൃഷ്ണ. Okay. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി മനോ ബുദ്ധിരസ്യാധിഷ്ഠാനമുച്യത്തെ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഹരേ കൃഷ്ണ. Okay. ശ്യാമള മാതാജി. Okay. പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി മനോ ബുദ്ധിരസ്ഥിതസ്ഥാനമുച്യത്തെ വിമോഹയത്യേഷ ജ്ഞാനമാവിത്യ ദേഹിനം. ഹരേ Okay. ശ്യാമള മാതാജി. ഇല്ലേ? ഓക്കെ, അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. 3 എത്രയെന്ന് പറഞ്ഞു? 40. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാൻ വൈകിയ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, അതാണ്. ഹരേ കൃഷ്ണ. ഓക്കെ. വിവർത്തനം ദിവ്യപൂജ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജി. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. Very good. The senses, the mind, and the intelligence are the sitting places of this lust. Through them, lust covers the real knowledge of the living entity and bewilders. അപ്പോൾ ഏതെല്ലാം സ്ട്രാറ്റജിക് പോയിന്റ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയായിരിക്കാം. ആ സമയത്ത് ഒരു രാജ്യം മറ്റേ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ സ്ട്രാറ്റജിക് ലൊക്കേഷൻസിലാണ് അവർ ബോംബ് ചെയ്യുക. അവര് അവിടുത്തെ ഇതിനെ മരവിപ്പിക്കും, ഡിസ്ട്രോയ് ചെയ്യും, അല്ലേ? മിലിറ്ററി ബേസ്, എയർപോർട്ട്, ഫിനാൻസ് ഹബ്ബ് ഒക്കെ അവിടെ സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ആ സ്ട്രാറ്റജിക് പോയിന്റ്സിനെ നശിപ്പിച്ചാൽ അവർക്ക് പിന്നെ ശക്തി ഉണ്ടാവില്ല. അപ്പൊ അവര് ശക്തിയെ തകർക്കുക. അതേപോലെ നമ്മളുടെ ഈ ലസ്റ്റ് ഇരിക്കുന്ന സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പോയിന്റ്സ് ആണത്. എന്താണ്? സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. ഇവിടെയാണ് നമ്മുടെ ലസ്റ്റ് നമ്മളെ കടന്നാക്രമിക്കുന്നത്. അപ്പൊ നമ്മളെ സബ്ഡ്യൂ ചെയ്യും. നമുക്ക് ശക്തി ഉണ്ടാവില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ശരി, എന്ത് തെറ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവും. ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും കാമം കൊണ്ട് കാമത്തിന്റെ അധീനതയിൽ കൊടുന്നാൽ പിന്നെ എങ്ങനെ നമുക്ക് പ്രതികരിക്കാനുള്ള, അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല. ആണ് പറഞ്ഞത്, സെൻസസ്, ദ മൈൻഡ് ആൻഡ് ദ ഇന്റലിജൻസ് ആർ ദ സിറ്റിംഗ് പ്ലേസസ്. അപ്പൊ നമ്മുടെ കാമം ഇരിക്കുന്ന സ്ഥലമാണിത്. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി. ത്രൂ ദം, അപ്പൊ ഈ ഗേറ്റ് വേസ് കൂടെ ലസ്റ്റ് കവേഴ്സ് ദ റിയൽ നോളേജ്. അപ്പൊ ഈ കാമം ഈ ഗേറ്റ് വേ കൂടെ നമ്മുടെ ശരിക്കുള്ള അജ്ഞാനത്തിനെ ആവരണപ്പെടുത്തുന്നു. ആൻഡ് the living entity bewilders the real knowledge of the living entity and bewilders it. അങ്ങനെ നമ്മുടെ ജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്നു. നമ്മൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ ആ അറിവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലസ്റ്റ് കാരണം. അങ്ങനെ നമ്മൾ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാവാണ്, ആകെ ഒരു ഭ്രമത്തിലാവാണ്, ഡിലമ. The senses, the mind, and the intelligence are the sitting places of this lust. Through them, lust covers the real knowledge of the living entity and bewilders it. For example, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ ആ കാമം എങ്ങനെ നമ്മളെ ആക്രമിക്കുക, നമ്മളെ അറ്റാക്ക് ചെയ്യുക.
എന്തെങ്കിലും ഉദാഹരണം പറയാൻ പറ്റും? ഇന്ദ്രിയങ്ങളെ കാമം അറ്റാക്ക് ചെയ്യുക. ആ കാമം അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ശരിക്കുള്ള ആ ബുദ്ധി വർക്ക് ചെയ്യില്ല, അറിവ് വർക്ക് ചെയ്യില്ല. അങ്ങനെ നമ്മള് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ശരി, എന്ത് തെറ്റ് എന്ന് അറിയാതെ നമ്മള് പ്രശ്നത്തിലാവും. ഒരു ഉദാഹരണം പറയാൻ പറ്റും? സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ലസ്റ്റ് ആക്രമിക്കുക? ഇഷ്ടം കൊണ്ടല്ലേ പ്രഭുജി? എന്താണ്? എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോ ഓക്കെ, അത് കിട്ടാതെ വരുമ്പോ ദേഷ്യം വരും, പിന്നെ ഒന്നും കാണില്ല. അപ്പൊ ബാക്കിയുള്ള ആ ഉള്ള ജ്ഞാനം കൂടി മറന്നു പോകും നമ്മള്. ചിലപ്പം ചെയ്യേണ്ടാത്ത ഒരു കാര്യം ചെയ്തു പോകും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. വേറെ വല്ലതും ഉദാഹരണം? പുരാണത്തെ അങ്ങനെയാണോ ചോദിക്കുന്നത് പ്രഭുജി? പുരാണങ്ങളല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന്. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങള് ആക്രമിക്കുകയാണ്, അറ്റാക്ക് ചെയ്യാണ് ലസ്റ്റ്. അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ചോദിച്ചത്. അതെ പ്രഭുജി, ഒരാൾക്ക് ഒരു കാറ് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പൊ ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് അതിന്റെ മുകളില് എന്തോ വലിയ കാറാണ്. പിന്നെ ഈ കുട്ടി ആ കാറിന്റെ മുകളില് അങ്ങനെ കുപ്പിച്ചില്ലോ എന്തോ ഉണ്ടായിരുന്നു, കാറിന്റെ മുകളിൽ അങ്ങനെ വരച്ചു. അപ്പൊ ഇയാൾ എത്രയോ എന്തോ നല്ല പൈസ ചെലവാക്കിയിട്ട് എന്തോ റോൾസ് റോയ്സ് അങ്ങനെ എന്തോ കാർ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടിയുടെ, ചെറിയ കുട്ടിയാണ് എന്നുള്ള അതുപോലെ നോക്കാണ്ട് ഒരു കല്ലെടുത്തിട്ട് അതിന്റെ കയ്യിനെ അങ്ങോട്ട് അടിച്ചു. അപ്പൊ അയാൾക്ക് ജ്ഞാനുണ്ടല്ലോ, ശരിക്കും എന്റെ കുട്ടിയാണ് എന്നുള്ള ബോധമുണ്ട്. പക്ഷെ അയാൾക്ക് ആ കാറിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം അതൊക്കെ ഇതിൽ പെടണല്ലേ? തീർച്ചയായിട്ടും, ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ കാമം കാരണം അദ്ദേഹത്തിന്റെ ആ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല അവിടെ. ഓക്കെ, ആ അറ്റാച്ച്മെന്റ്, സോ മച്ച് ഓഫ് അറ്റാച്ച്മെന്റ്. അത് ഈ കാറ് താനായിട്ട് കാണുകയാണ്, ഐഡന്റിഫൈങ് വിത്ത് ഹിംസെൽഫ്. ഞാനും കാറും തമ്മിൽ വ്യത്യാസമില്ല, കാറ് എൻ്റെതാണ്, ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു, അല്ലേ? അപ്പോ കാറിന് എന്തെങ്കിലും പറ്റിയപ്പോ എനിക്ക് പറ്റിയ പോലെയാണ്, എൻ്റെ ഹൃദയത്തിന് പറ്റിയ പോലെയാണ്. എന്നെ അടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കാറിന് ഒരു പോറൽ വന്നാൽ സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും നമ്മള് ആ കാറുമായിട്ട് അറ്റാച്ച്മെന്റും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. കാറിന് അതൊരു ചെറിയൊരു പോറല് സംഭവിച്ചപ്പോ അത് എൻ്റെ ഹൃദയത്തിൽ പോറൽ വന്ന പോലെ. അപ്പോൾ സമനില തെറ്റി. ആ കുട്ടിയെ, ചെറിയ കുട്ടിയാണ്, അറിയാണ്ടാണ്, അതിന് വിവരമില്ല. അപ്പൊ അതിനെ ശിക്ഷിക്കാൻ പാടില്ല, അല്ലെ? അതും വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അപ്പൊ എന്താണ്? ഇങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ സെൻസസ്, നമ്മുടെ ബുദ്ധിഭ്രമത്തിലേക്ക് എത്തും. ബെവിൽഡർമെന്റ് ഓഫ് മെമ്മറി. ക്രോധാത് ഭവതി സമോഹ, സമോഹ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാമം കൊണ്ട് ക്രോധം വരും, ക്രോധം കൊണ്ട് എന്താണ്? സമോഹ, വിഭ്രമം. സ്മൃതി വിഭ്രമ. സമോഹം കൊണ്ട് നമ്മുടെ സ്മൃതി, നമ്മുടെ ഓർമ്മയെല്ലാം നശിക്കും, ഇന്റലിജൻസ്. പിന്നെ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശം. സ്മൃതിക്ക് ആ ഭ്രമം വന്നാൽ നമ്മുടെ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ പ്രണശ്യതി, എല്ലാം നശിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ സെൻസസ്, അതേപോലെ മൈൻഡ്, അതേപോലെ ഇന്റലിജൻസ്, ഇവിടെ എല്ലാം സ്ട്രാറ്റജിക് പോയിന്റ്സ്. അവിടെ ലസ്റ്റ് നമ്മളെ ആക്രമിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അതിനെ പിടിച്ചെടുത്താൽ ശത്രുവിനെ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ലസ്റ്റ് ഈ 3 മെയിൻ സ്ട്രാറ്റജിക് പോയിന്റ്സിനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ലസ്റ്റ് എന്തായി? മാസ്റ്ററായി, നമ്മളെ സബ്ഡ്യൂ ചെയ്തു. ആത്മാവിനെ സബ്ഡ്യൂ ചെയ്തു. ആത്മാവിനോട് പോയി മുണ്ടാണ്ടിരിക്കാൻ പറയും. കുട്ടികളൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ അച്ഛനമ്മയും അവിടെ മുണ്ടാണ്ടിരുന്നായും അവിടെ പോയിരുന്നായും നാമം ജപിച്ചിരുന്നായും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട.
ഞങ്ങൾക്കറിയാം കാലം മാറി, അന്നത്തെ കാലമല്ല. അങ്ങനെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ ലസ്റ്റ് കൺട്രോൾ എടുക്കുക നമ്മുടെ പറഞ്ഞ ആത്മാവിനെ കൺട്രോൾ ചെയ്യാണ്. ആത്മാവ് ആകെ ഭ്രമത്തിലാണ്. ഞാൻ ആരാണെന്നുള്ള ഇതും കൂടി അറിയില്ല. ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാനെ സേവിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ ഭഗവാനെ സേവിക്കുന്നു. അതിന് പകരം എന്താണ് ഈ ആത്മാവ് ഈ ആവരണത്തിൽപ്പെട്ട്, ഈ മായാലോകത്തിൽപ്പെട്ട് എന്ത് ശരി എന്ത് തെറ്റ് ആകെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. So the enemy has captured different strategic positions in the body of the condition. ആരാണ് ഇവിടെ എനിമി? കാമം അല്ലേ? കാമം. The enemy has captured different strategic position in the body of the conditioned soul, and therefore Lord Krishna is giving hints of those places so that one who wants to conquer the enemy may know where he can be found. അപ്പോൾ ഭഗവാൻ അർജുനന് ഒരു ക്ലൂ കൊടുക്കുകയാണ്. നമ്മളുടെ എനിമി, നമ്മുടെ ശത്രു എവിടെയാണ് ആക്രമിക്കുക. അപ്പോൾ ഈവൻ ഭൗതിക ലോകത്തിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും അവരുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക് പോയിന്റ്സിനെ അവർ സംരക്ഷിക്കണം. ഡിഫൻസ്, എയർപോർട്ട്, ഫിനാൻസ് ഹബ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവരുടെ മർമ്മമാണ് അതൊക്കെ. അവർ സംരക്ഷിക്കണം. അവർക്ക് അത് ശത്രുപക്ഷത്തു നിന്ന് ആൾക്കാരെ അവിടെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ അവർ സംരക്ഷിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഒരു ക്ലൂ കൊടുക്കുക, ഹിന്റ് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ എനിമി അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി. അപ്പോൾ അവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവരെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് വെക്കണം. അവരെ പൊല്യൂട്ട് ചെയ്യാതെ, കണ്ടാമിനേറ്റ് ചെയ്യാതെ, അതായത് മലിനപ്പെടുത്താതെ സൂക്ഷിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മനസ്സെപ്പോഴും മനസ്സിനെ എന്താ പറയുക, മലിനം കൊടുക്കാൻ പാടില്ല. അതേപോലെ ഇന്ദ്രിയങ്ങളെ, അതേപോലെ ബുദ്ധിയെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കുന്ന മനസ്സിനെ എപ്പോഴും ശുദ്ധതയോടുകൂടി വെക്കണമെങ്കിൽ നമ്മൾ മന്ത്രം ചൊല്ലണം, ഭഗവാന്റെ നാമം. ഭഗവാനെ നമ്മൾ ആരാധിക്കണം, അർച്ചന ചെയ്യണം അല്ലെ. അതേപോലെ ഇന്റലിജൻസ് എങ്ങനെ നമ്മൾ എപ്പോഴും ആ ശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യുക, ഭഗവത്ഗീത, ഭാഗവതം എന്നൊക്കെ വായിക്കണം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഇവരുടെ അറ്റാക്കിന്ന് നമ്മൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രോപ്പർ ചാനലിൽ നമ്മൾ കൊണ്ടുപോകണം. പ്രോപ്പർ ചാനൽ. അസത്സംഗം പാടില്ല. സംഘത്യാഗോ സദോ വൃത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസത്സംഗം പാടില്ല. എന്ത് കേൾക്കണം, എന്ത് വായിക്കണം, ആരോട് സഹവസിക്കണം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മളെ ഇൻഡയറക്ട്ലി അഡ്വേഴ്സിലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 മെയിൻ സ്ട്രാറ്റജിക് പോയിന്റ്സിനെ, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസിനെ നമ്മൾ പ്യുവറായിട്ട് വെക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഭഗവാൻ ഇവിടെ ഹിന്റ് കൊടുക്കുന്നത്. സോ ദാറ്റ് വൺ ഹു വാണ്ട്സ് ടു കോൺകർ. അപ്പൊ ഈ എനിമിയെ, കാമത്തിനെ നമുക്ക് കോൺകർ ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ വിജയിക്കണം എന്ന്. ഇപ്പോൾ ആരെല്ലാം അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, ഏതെല്ലാം സ്ഥലത്താണ് അറ്റാക്ക് ചെയ്യുന്നത്, അതിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. മൈൻഡ് ഈസ് ദ സെന്റർ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൻസസ്. ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അതിന്റെ സെന്റർ എന്താണ്? മൈൻഡ്. ആൻഡ് ദസ് when we hear about sense objects, the mind generally becomes a reservoir of all ideas of sense gratification. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് റിക്വസ്റ്റ് അയക്കാണ്, ഐ വാണ്ട് ടു എൻജോയ് ദാറ്റ്. കണ്ണുകള്, ഐ വാണ്ട് ടു സീ എ ബ്യൂട്ടിഫുൾ ഫോം. ഓക്കെ. ചെവി, ഐ വാണ്ട് ടു ഹിയർ സംതിങ് വെരി നൈസ്. ടങ്, ഐ വാണ്ട് ടു ഈറ്റ് സംതിങ് വെരി നൈസ്. ഓക്കെ. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പൊ ഇത് മനസ്സ് ഉടനെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യും. ഓക്കെ, എനിക്ക് നല്ലത് വല്ലതും കാണാം. അപ്പൊ എന്താണ്? ഓക്കെ, ഐ വാണ്ട് ടു സീ എ മൂവി. ഉടനെ മനസ്സ് തിരയാൻ തുടങ്ങും, എവിടെ നല്ല മൂവി ഉള്ളത്, ഏത് തിയേറ്ററിലാണ്. അവിടേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും നമ്മളുടെ അവയവങ്ങള്. കാലിനോട് പറയും, ഓക്കെ, ലെറ്റ് us go to that theater. അങ്ങനെ നമ്മളെ നയിക്കുന്നു തിയേറ്ററിലേക്ക്.
മനസ്സ്. അപ്പൊ ആഗ്രഹം എന്താണ്? കണ്ണിന്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം. ഉടനെ നമ്മൾ നല്ല റെസ്റ്റോറന്റ് എവിടെ നോക്കും, അവിടേക്ക് പോകാൻ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും മനസ്സ്. മനസ്സാണ് ഇതിലെ കമാൻഡർ. അപ്പോൾ ഈ മനസ്സിനെ ആദ്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്റലിജൻസ് ഉപയോഗിക്കണം. നമ്മുടെ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ഡൾ മാറ്റർ, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് സോൾ. ഇതാണ് അതിന്റെ ഹയറാർക്കി. ജഡവസ്തു, നമ്മുടെ ശരീരം ജഡവസ്തുക്കളെ ഉണ്ടാക്കിയതാണ്. ഭൂമി, രാപ്പോ, നലോ, വായു, കം. അതിലും മീതെയാണ് ഇന്ദ്രിയങ്ങൾ, അതിലും മീതെയാണ് മനസ്സ്, അതിലും മീതെയാണ് ബുദ്ധി, അതിലും മീതെയാണ് ആത്മാവ്. ഇതാണ് ഓർഡർ. അപ്പൊ ഇന്റലിജൻസ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് പവർ. അപ്പൊ ഏത് ശരി, ഏത് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യാനുള്ള കഴിവ് ഇന്റലിജൻസ്. അപ്പൊ ആ ഇന്റലിജൻസിനെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് മൈൻഡിനെ ഇൻസ്ട്രക്ട് ചെയ്യണം. അത് പാടില്ല, ഇത് പാടില്ല. നമ്മുടെ ഇന്റലിജൻസ് എന്താണ്? ട്യൂബ് ലൈറ്റ് പോലെയാണ്. ചില സമയത്ത് മെർക്കുറി ലൈറ്റ് അല്ലേ പ്രദീപ് പ്രഭു? മെർക്കുറി ലൈറ്റ് കുറെ സമയം എടുക്കില്ലേ കത്താൻ? പഴയത്. പഴയത്. കൃഷ്ണ പ്രഭു, അതിന്റെ ഹൈറാർക്കി ഒന്ന് കൂടെ പറയാ. ജഡവസ്തു, ഡൾ മാറ്റർ, ജഡം. ഡൾ മാറ്റർ, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ്, ദെൻ സോൾ. ഇതാണ് അതിന്റെ ഹൈറാർക്കി. അപ്പോ ഈ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ, മനസ്സിനെ ഇന്റലിജൻസ്, ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പറയാണ്, ഒരാള് നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണ്, നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ആരുടെ ജോലിയാണ്? ബുദ്ധിയാണ് പറയുന്നത്. ഓക്കെ, ഒരാള് നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധി ഷാർപ്പായിരിക്കണം. അവിടെ ബുദ്ധി ഷാർപ്പാവണമെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണം? അതനുസരിച്ചിട്ടുള്ള ഫീഡിങ് നമുക്ക് കൊടുക്കണം. നമ്മുടെ ബുദ്ധിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ആ ബുദ്ധിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് നല്ല ആൾക്കാരായിട്ടുള്ള സഹവാസം വേണം, സത്സംഗം വേണം. ഓക്കെ, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കണം. നോവലോ ഫിക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യും, നമ്മുടെ ബുദ്ധി അജിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സാധാരണ ഈ നമ്മൾ ഇവിടെ ഭൗതിക ലോകത്ത് കിട്ടുന്ന സ്റ്റോറീസ്, നോവൽസ്, ഫിക്ഷൻസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ വായിച്ചാൽ എന്താണ്? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ അത് അജിറ്റേറ്റ് ചെയ്യുക, ഉത്തേജിപ്പിക്കുക ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ നല്ല ഡിവോട്ടീസ് ആയിട്ടുള്ള ആ ഒരു അസോസിയേഷനിൽ നമുക്ക് നല്ല ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ നല്ല ഡിവോട്ടീസ് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. ഭഗവത്ഗീത, ഭാഗവതം തമ്മിലുള്ള നല്ല ഗ്രന്ഥങ്ങള്, സാത്വികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഷാർപ്പാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇന്റലിജൻസ് നിർദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. അത് ചെയ്യാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല, അത് പാപമാണ്. ഈ നിർദ്ദേശങ്ങൾ നമുക്ക് അത് ബമ്പോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇന്റലിജൻസ്. അപ്പോൾ ഇന്റലിജൻസ് ആയിരിക്കും എപ്പോഴും മീതെ. ഒരു ഫിലിം എടുക്കുമ്പോൾ ആരാണ് വലുത്? ആക്ടേഴ്സ് ആണോ വലുത്, അതോ ഡയറക്ടറാണോ വലുത്? ഡയറക്ടർ അല്ലേ? അപ്പോൾ ഡയറക്ടർ എന്താണോ പറയുന്നത് അത് പ്രകാരമാണ് ആക്ടേഴ്സ് ആക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആക്ടർ പറയണം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? അപ്പൊ ആ സിനിമ കൊളാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അപ്പൊ നമ്മളുടെ ഡയറക്ടർ പറഞ്ഞാൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇന്റലിജൻസ് സെൻസസിനെ കൺട്രോൾ ചെയ്യണം, മൈൻഡിനെ കൺട്രോൾ ചെയ്യണം, ഇൻസ്ട്രക്ട് ചെയ്യണം ബ്രദർ. ആ മൈൻഡ് സെൻസസിനെ കൺട്രോൾ ചെയ്യണം, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് വേണ്ടുന്നത് എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, പിക്ചർ കാണാൻ പാടില്ല. എന്തുകൊണ്ട് പിക്ചർ കാണാൻ പാടില്ല? കാരണം പിക്ചറിൽ നല്ല കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയില്ല. 90% നമ്മളുടെ മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 10% ടൈം പാസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ പിക്ചർ കാണുമ്പോൾ നമ്മളുടെ ഈ ഗേറ്റ് വേസ് കൂടെ കണ്ണ്, ചെവി, ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ. അവരുടെ ഡയലോഗ്സ്
അവരുടെ സംഭാഷണം നമ്മൾ കേൾക്കുന്നു, കണ്ണുകൊണ്ട് നമ്മൾ വിഷ്വൽ സീൻസ് കാണുന്നു. ഇത് രണ്ടും നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഫീഡ് ചെയ്യാണ്. അത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്നു, അത് നമ്മളുടെ സ്വഭാവത്തിനെ ബാധിക്കുന്നു, പിന്നെ നമ്മുടെ സംസാരത്തിനെ ബാധിക്കുന്നു, നമ്മളുടെ ആക്ഷനെ ബാധിക്കുന്നു. നമ്മുടെ 9 ഗേറ്റ്സ് 9 ഗേറ്റ്സ് കൂടി നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതായത് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. 9 ഗേറ്റ്സ് ഓഫ് ദ ബോഡി അല്ലെ, അത് കൂടെയൊക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ തലഭാഗത്താണ് 5 ഗേറ്റ്സ്. എൻജോയ്മെന്റ് വി ആർ ഗെറ്റിംഗ് ത്രൂ ഓൾ ദ 9 ഗേറ്റ്സ് അല്ലേ. 9 ഗേറ്റ്സ് കൂടി നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്, സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മുടെ തലയിലാണ് മെയിൻ ആയിട്ടുള്ള ഗേറ്റ്സ് ഒക്കെ. അപ്പൊ അത് കൂടെ കിട്ടുന്ന ആ ഇൻഫോർമേഷൻ, അത് കൂടെ കിട്ടുന്നതെല്ലാം നല്ല സാത്വികമായിട്ടുള്ളതായിരിക്കണം. ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മുടെ എനിമി ഇരിക്കുന്ന സ്ഥലം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3 സ്ഥലത്താണ്: ഇന്ദ്രിയങ്ങളില്, മനസ്സില്, ബുദ്ധിയില്. അപ്പൊ ആ എനിമിയെ നമ്മൾ ഓവർ പവർ ചെയ്യണം, അതിനെ ജയിക്കണം, അതിനെ കോൺകർ ചെയ്യണം. അതാണ് ഇവിടെ ഹിന്റ് കൊടുക്കുന്നത്. സോ മൈൻഡ് ഈസ് ദ സെന്റർ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് സെൻസസ് ആൻഡ് ദസ് വെൻ വി ഹിയർ അബൌട്ട് സെൻസ് ഒബ്ജെക്ട്സ് മൈൻഡ് ജനറലി ബിക്കംസ് എ റിസർവർ ഓഫ് ഓൾ ഐഡിയാസ്. ഇമ്മീഡിയറ്റ്ലി എനിക്ക് ആ ഇന്ദ്രിയ സുഖം കിട്ടണം എന്ന് നമ്മൾ അവിടെ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ഫ്രെയിം ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് ദ മൈൻഡ് ആൻഡ് ദ സെൻസസ് ബിക്കം ദ റെപ്പോസിറ്ററീസ് ഓഫ് ലസ്റ്റ്. അങ്ങനെ ആഗ്രഹം വരുമ്പോൾ ഉടൻ തന്നെ ആ കാമത്തിന്റെ റെപ്പോസിറ്ററി ആവും ഈ സ്ഥലങ്ങളൊക്കെ. നെക്സ്റ്റ് ദ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ബിക്കംസ് ദ ക്യാപിറ്റൽ ഓഫ് സച്ച് ലസ്റ്റ്ഫുൾ പ്രൊപ്പൻസിറ്റീസ്. അത് കഴിഞ്ഞിട്ട് ഇന്റലിജൻസ്, ബുദ്ധി, അതിനെ പൊല്യൂട്ട് ചെയ്യും. ഇന്റലിജൻസ് ഈസ് ദ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡോർ നൈബർ ഓഫ് ദ സ്പിരിറ്റ് സോൾ. അപ്പൊ ബുദ്ധി നമ്മുടെ അയൽപക്കക്കാരനാന്ന് പറയുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഇമ്മീഡിയറ്റ് നൈബറാണ് ബുദ്ധി. Lusty intelligence influences the spirit soul to acquire the false ego and identify itself with the matter. അപ്പൊ നമ്മളുടെ ഇന്റലിജന്റ് ലസ്റ്റി അയാൾ എന്താണ് സംഭവിക്കുക? അതിനെ സ്പിരിറ്റ് സോളിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സ്പിരിറ്റ് സോളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? അതായത് ഞാൻ ഈ ശരീരമാകുന്നു, ഇതെല്ലാം എനിക്ക് ആസ്വദിക്കാനാവുന്നു. അപ്പൊ അങ്ങനെ ആ സോള്, സ്പിരിറ്റാണ്, കണ്ടാമിനേറ്റ് അല്ല. അത് തോന്നാണ് ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള ഒരു ഈഗോല് വന്ന് പരിണമിക്കും. യെസ് മംഗളമാദേവി പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി, 41 എടുത്ത് തുടങ്ങണോ? നമ്മള് 41ന്റെ ഭാവാർത്ഥാണോ ഇപ്പൊ പറയുന്നത്? അല്ല, 40. Okay, so intelligence, the immediate next door neighbor of the spirit soul. Lusty intelligence influences the spirit soul to acquire the false ego and identify itself with matter and thus with the mind and senses. അങ്ങനെയാണ് ഈ ഈഗോ അവിടെ പിക്ചറിൽ വരുന്നത്. എന്താണ് ഈഗോന്റെ പണി? അതായത് ആത്മാവ് എന്നാൽ സ്പിരിറ്റ് അല്ല, ഈ ശരീരമാകുന്നു, ഈ കാണുന്നതെല്ലാം നമ്മളുടെ ആസ്വാദനത്തിനാണ്. അപ്പൊ അതിനുള്ള പ്രവണത അതുണ്ടാക്കി കൊടുക്കുക. So the spirit soul becomes addicted to enjoying the material senses and mistakes this as a true happiness. അങ്ങനെ ആ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡില് സ്പിരിറ്റ് സോള്, ജീവാത്മാവ് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ശരിക്കുള്ള ആസ്വാദനം, ഇതാണ് ശരിക്കുള്ള സന്തോഷം എന്നുള്ള തെറ്റിദ്ധാരണയില് ഈ സ്പിരിറ്റ് സോള് ഇരിക്കുകയാണ്, ജീവിക്കുകയാണ്. ദിസ് false identification of the spirit soul is very nicely explained in the Srimad Bhagavatam 10.84.13. എന്താണ് പറയുന്നത്? യസ്യാത്മബുദ്ധി ഗുണപേത്രി ധാതുകേ സ്വധി കലത്രാദേശു ഭൗമയി ഈജധി യത്തീർത്ഥ ബുദ്ധിശലീലേന കർഹിചേ ജ്ഞാനേഷു അഭിജ്ഞേഷു സ ഏവ ഗോഖരഃ. A human being who identifies the body made of 3 elements with his self, who considers the byproducts of the body to be his kinsman, who considers the land of birth worshipable, and who goes to the place of pilgrimage simply to take bath rather than meet men of transcendental knowledge,
there is to be considered like an ass or a crow. The beautiful ശ്ലോക ഭാഗവതത്തിൽ തന്നിരിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി ആരാണോ തൻ്റെ ശരീരത്തെ made of 3 elements with his self, who considers the byproducts. എന്താണ് 3 elements അറിയോ? A human being who identifies this body made of 3 elements. എന്താണ് 3 elements? മനസ്സ്, It is ബുദ്ധി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. Okay. Who considers the byproducts of the body? ആരാണ് ബൈ പ്രൊഡക്റ്റ്? എന്താണ് ബൈ പ്രൊഡക്ട്സ്? കോപം, കോപം, അല്ലല്ല, മക്കള്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, ഇതൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഈ ദേഹത്തിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. ആത്മാവിന് ബൈ പ്രൊഡക്റ്റ് ഇല്ല. ആത്മാവ് ഇതാവുന്നുണ്ടോ? മൾട്ടിപ്പിൾ ആവുന്നുണ്ടോ? ഒരാത്മാവിന് വേറൊരു ആത്മാവ് വന്നു ഉണ്ടോ? ഇല്ല. പക്ഷെ ശരീരത്തിന് ബൈ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. കല്യാണം കഴിയുന്നു, കുട്ടികളാവുന്നു, അവർ വലുതാവുന്നു, അവർ കല്യാണം ചെയ്യുന്നു, വീണ്ടും മക്കളാവുന്നു. അങ്ങനെ ഈ ബൈ പ്രൊഡക്ട്സ് കൂടിക്കൊണ്ട്, അപ്പൊ അതൊക്കെ എൻ്റെതാണ്. എൻ്റെ കിൻസ്മാൻ ഇതെൻ്റെയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ അച്ഛൻ, എൻ്റെ രാഷ്ട്രം, എൻ്റെ സ്വത്ത്, എല്ലാം എൻ്റെ. ഓക്കെ, അതാണ് ബൈ പ്രൊഡക്ട്സ് ഓഫ് ദ ബോഡി ടു ബി കിൻസ്മാൻ ഹു കൺസിഡേഴ്സ് ദ ലാൻഡ് ഓഫ് ബർത്ത് വെർഷിപ്പബിൾ. ഭാരതഭൂമി എൻ്റെ അമ്മ. യെസ്, ഭാരതഭൂമി എൻ്റെ അമ്മയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ദാറ്റ് ഈസ് ടെമ്പററി. ഇന്നിപ്പോ നമ്മുടെ ഭാരതഭൂമിയിൽ ജനിച്ചു എൻ്റെ അമ്മ. ഈ അമ്മ അടുത്ത ജന്മത്തിൽ നമ്മൾ പാകിസ്ഥാനിലാണെങ്കിൽ മാറി, അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ മാറി, ജപ്പാനിലാണെങ്കിൽ മാറി, വേറെ പ്ലാനറ്റിലാണെങ്കിൽ മാറി, അല്ലേ? അപ്പൊ ഇത് ഒരു മിഥ്യയാണ്, ടെമ്പററി ആയതുകൊണ്ട്. ഹു കൺസിഡർ ദ ലാൻഡ് ഓഫ് ബർത്ത് വെർഷിപ്പബിൾ ആൻഡ് ഹു ഗോസ് ടു ദ പ്ലേസ് ഓഫ് പിൽഗ്രിമേജ്. നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത് എന്തിനാ? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് തീർത്ഥാടനം പോകുന്നത് എന്ന് വിചാരിക്കുന്നത്. Simply to take bath rather than meet men of transcendental knowledge. There is to be considered like an ass or a cow. അപ്പോൾ നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത് നമ്മൾ പാപങ്ങൾ കഴിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണ് അന്ന് തെറ്റിദ്ധരിക്കുന്നത്. ആക്ച്വലി നമ്മൾ തീർത്ഥാടനം എന്തിനാ പോണത്? ടു മീറ്റ് മെൻ ഓഫ് ട്രാൻസെൻഡന്റൽ നോളേജ്. സാധുജനങ്ങളായിട്ട് അസോസിയേഷൻ, അവരിന്ന് ഭഗവാന്റെ വചനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. സാധുജനങ്ങള് ഭഗവാനെ ദർശിച്ച ആൾക്കാർ, അവര് ഭഗവാന്റെ ദർശനം കിട്ടിയ ആൾക്കാരാണ്, ഭഗവാനെ പറ്റി അറിയുന്ന ആൾക്കാർ. അവരിൽ നിന്നും നമുക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയാണ് അവിടെ അങ്ങനത്തെ സ്ഥലത്ത് പോകുന്നത്. അപ്പൊ അവരായിട്ട് നമ്മള് സമ്പർക്കം ചെലുത്തി നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് പിൽഗ്രിമേജ് പോകുന്നത്. അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഗംഗയിൽ കുളിക്കാൻ പോവാണ്, ഈ ഭൂമി വർഷിപ്പബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ബൈ പ്രൊഡക്ട്സ് എല്ലാം എൻ്റേതാന്ന് വിചാരിക്കുന്ന ആൾക്കാര് ഭാഗവതത്തിന്റെ ഭാഷയിൽ എന്താണ്? അവരെല്ലാം കഴുതുകളോ അല്ലെങ്കിൽ പശുവോ എന്ന് പറയുന്നു. അതിന് സമാനമാകുന്നു. കൺസിഡേർഡ് ലൈക്ക് ആൻ ആസ് ഓർ എ കൗ. കഴുതകളും അല്ലെങ്കിൽ പശുവായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ശരിക്കുള്ള ഇതെന്താണ്? A human being who identifies the body. Human being should think. നമ്മൾ വിചാരിക്കണം, ഞാൻ ഭഗവാന്റെ അംശമാണ്, മമൈ വംശ ജീവലോകി. എൻ്റെ ദൗത്യം, എൻ്റെ കടമ ഭഗവാനെ സേവിക്കലാണ് സ്നേഹപൂർവം. ഇതിന് പകരം ഞാൻ ഈ ശരീരമാകുന്നു, ഈ കാണുന്നെല്ലാം എൻ്റെ പരിവാരങ്ങളാണ്, ഈ ഭൂമി എൻ്റെ അമ്മയാണ്, ഈ പെൽഗ്രീജ് പോകുന്ന എൻ്റെ പാപങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരെ കഴുതുകളായിട്ടോ അല്ലെങ്കിൽ പശുക്കളായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി പോയിന്റ്സ്, എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട് അതിൽ?
ഹരേ കൃഷ്ണ പ്രഭു, ഇപ്പൊ എവിടെ പോയാലാണ് ഈ സാധുജനങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാ പിൽഗ്രിമേജിലും കാണും, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് ഇത് കലികാലമാണ്. അതുകൊണ്ട് എല്ലാ ദിക്കിലും സ്യൂഡോ കപട സന്യാസിമാരും കപട സാധുക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ആരായിട്ടാണ്, എവിടുന്നാണ് നമ്മൾ അസോസിയേഷൻ എടുക്കേണ്ടത്, എവിടുന്ന് ആരെന്നാണെന്ന് കേൾക്കേണ്ടത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ സീനിയർ ഡിവോട്ടീസ് ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഗൈഡൻസിൽ നമ്മൾ പോകണം. അവരുടെ ഗൈഡൻസിൽ നമ്മൾ ആ ഒരു അസോസിയേഷൻ ആഗ്രഹിക്കണം. അല്ലാണ്ട് ആരുടെയെന്നെങ്കിലും കേട്ടിട്ട് കാര്യമില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടും ചെയ്യും. കാരണം അവിടെയാണല്ലോ കൂടുതൽ സീക്കേഴ്സ് വരുന്നത്, ഡിവോട്ടീസ് വരുന്നത്. അപ്പോൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കപട സാധുക്കളും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വിളകൾ വരും, അതിനെ പറിച്ചു കളയില്ലേ, അതേപോലെ ഇവരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് എസ്പെഷ്യലി കാരണം കലികാലത്തിൽ നമ്മൾ ജീവിക്കുന്നത്, അതാണ് എൻ്റെ കാരണം. ഓക്കെ മാതാജി, വേറെ വല്ലതും? പറയാനുണ്ടോ? ക്വസ്റ്റ്യൻസ്? ഇപ്പൊ അടുത്ത ശ്ലോകം 41 ഒന്നും കൂടി എടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപമാനം പ്രജാഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജാഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഓക്കെ, വായിക്കൂ പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. തസ്മാത് ത്വമിന്ദ്രിയാണ്യദോ നിയമ്യ ഭാരതർഷഭ പാപ്മാനം പ്രജീഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഇല്ലെങ്കിൽ സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ വായിക്കും. തസ്മാത്വമിന്ദ്രിയാണി നിയമേ ഭരതർഷഭ പാപ്മാനം ജ്ഞാനവിജ്ഞാനനാശനം. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. തസ്മാദിന്ദ്രിയാണ്യാദ്യൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജിഹീഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. വെരി ഗുഡ്. മംഗളമാതാജിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം. ദിവ്യപൂജ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ജയ ശ്രീല പ്രഭുപാദ്. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. ഹരേ കൃഷ്ണ. Very good. Therefore, Arjuna, best of the Bharatas, in the very beginning curb this great symbol of sin, lust, by regulating the senses, and slay this destroyer of knowledge and self-realization. So, Bhagavan Arjunode പറയുന്നതാണ് ബെസ്റ്റ് ഓഫ് ദ ഭാരതാസ്. ആദ്യം തന്നെ നമ്മൾ എന്താണ് കേർബ് ചെയ്യേണ്ടത്, എന്തിനാണ് ഇല്ലാതാക്കേണ്ടത്, നശിപ്പിക്കേണ്ടത്? ദ ഗ്രേറ്റ് സിമ്പിൾ ഓഫ് സിൻ, പാപത്തിന്റെ ആ ലക്ഷണം, സിമ്പിൾ എന്താണ്? ഐ മീൻ പാപത്തിന്റെ ലക്ഷണം, അതായത് ലസ്റ്റ്, കാമം. അതിനെ നശിപ്പിക്കുക. എങ്ങനെ നശിപ്പിക്കാം അതും പറഞ്ഞിട്ടുണ്ട്. ബൈ റെഗുലേറ്റിംഗ് ദ സെൻസസ്, ഇന്ദ്രിയങ്ങളെ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട്. ഇവിടെ പ്രഭുപാദ കൺട്രോൾ ചെയ്യാനല്ല പറഞ്ഞത്, നിയമ്യ
ബൈ റെഗുലേറ്റിംഗ്. ഓക്കെ, യമനിയമങ്ങളെ കൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഈവൻ അർജുനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാതി ബലഭദ്രണം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവാസു ദുഷ്കരം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈവൻ പ്രഭുപാദിയും ട്രാൻസ്ലേഷനിൽ പറയുന്നത് റെഗുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്യുക. എങ്ങനെ റെഗുലേറ്റ് ചെയ്യുക? നിയമങ്ങളൊക്കെ വെച്ച് ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ. ഇപ്പോ നല്ല വികൃതി അടിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോയി, ഫോഴ്സ്ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പോയി എന്താ പറ്റുക? ആ കുട്ടി കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക, അല്ലേ? അപ്പൊ ആ കുട്ടിയെ റെഗുലേഷനിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും എന്താണ് ആഗ്രഹം, അതിനൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ടോയ്സ് മേടിച്ചു കൊടുത്തിട്ടോ, നല്ല കഥ പറഞ്ഞിട്ടോ, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആ കുട്ടിയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ദേഷ്യത്തോടുകൂടി പെരുമാറി ആ കുട്ടിയിൽ നിന്ന് എല്ലാം ഡിപ്രൈവ് ചെയ്താൽ ആ കുട്ടി കൂടുതൽ എന്താവും? വഷളാവും. അപ്പൊ അവിടെ കുട്ടിയെ കൺട്രോൾ ചെയ്യുമെങ്കിൽ കുട്ടിയുടെ ആ തലത്തിലേക്ക് ഇറങ്ങി വന്ന് കുട്ടിയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന വിധത്തിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് മിഠായിയോ ചോക്ലേറ്റോ കുറച്ച് എന്താ പറയുക കളിക്കോപ്പുകളൊക്കെ മേടിച്ചു കൊടുത്ത് നല്ല രീതിയിലൊക്കെ പറഞ്ഞ് ആ റിസ്ക് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വരും. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, സെൻസസിനെ റെഗുലേറ്റ് ചെയ്യുക. സെൻസസിനെ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്ന്ന ആക്ടിവിറ്റീസിൽ നിന്നും ഉയർന്ന ആക്ടിവിറ്റീസിൽ അതിനെ എൻഗേജ് ചെയ്യുക. നമ്മുടെ 5 സെൻസസും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? വെറുതെ ഇരിക്കുമോ? ഒരു സെൻസസും വെറുതെ ഇരിക്കില്ല. കണ്ണിന് എന്തെങ്കിലും കാണണം, ചെവിക്ക് എന്തെങ്കിലും കേൾക്കണം, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യണം, നാവിന് എന്തെങ്കിലും. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ പ്യൂരിഫൈഡ് പ്രോസസ്സിൽ കൂടെ കൊണ്ടുവരണം. ചെവി എന്ത് കേൾക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും കേട്ടിരിക്കണം, എന്തെങ്കിലും പാട്ട് കേൾക്കണം. അപ്പോൾ ഡിവോഷണൽ സോങ്സ് കേൾക്കുക. അപ്പോൾ അങ്ങനെ ഡിവോഷണൽ സോങ്സ് കേൾക്കുമ്പോൾ എന്തായി? നമ്മളുടെ കോൺഷ്യസ്നെസ് പ്യൂരിഫൈ ആവും. സിനിമ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്തായി? നമ്മളുടെ മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യും. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, സട്ടിൽ വേയില് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടായിരിക്കും. അജാമിളുടെ കേസ് അതല്ല ഉണ്ടായത്. നല്ലൊരു ബ്രാഹ്മണനായി എങ്ങനെ താഴ്ന്ന നിലയിലേക്ക് പോയി കണ്ടു, അല്ലേ? കണ്ണിൻ്റെ ആ ഇന്ദ്രിയങ്ങൾ, അതാണ് പ്രശ്നമാക്കിയത്. അപ്പോൾ നമ്മുടെ ആ ഓരോ ഇന്ദ്രിയത്തിനെയും അതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ലസ്റ്റിനെ, അതായത് കാമത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സെൻസസിനെ ആദ്യം റെഗുലേറ്റ് ചെയ്യണം. ആൻഡ് സ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലുക, വധിക്കുക. ദിസ് ഡിസ്ട്രോയർ, ഏത് ഡിസ്ട്രോയർ? കാമം. ദിസ് ഡിസ്ട്രോയർ ഓഫ് നോളേജ് ആൻഡ് സെൽഫ്. അപ്പോൾ കാമം നമ്മുടെ ജ്ഞാനത്തിനെയും ആ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പ്രോസസ്സിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലസ്റ്റിനെ നമ്മൾ നശിപ്പിക്കണം. എങ്ങനെ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്തിട്ട്. ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്താൽ നമ്മൾ ഹയർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോവർ പ്രൊപ്പൻസിറ്റീസിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അതൊരു പ്രോസസ്സാണ്, എല്ലാം കണക്റ്റഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്, ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ ലസ്റ്റാണ് ഇതിന്റെ കാരണം. 3 gates to hell ഏതൊക്കെയാണ്? ഭഗവത്ഗീതയിൽ കാമക്രോധ ലോഭം, ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്.
ദിസ് ആർ ദ 3 ഗേറ്റ്സ് ടു ഹെൽ എന്ന് പറയുന്നു. അപ്പൊ ആദ്യം എന്താണ്? കാമം. അപ്പൊ ആ കാമാണ് നമ്മൾ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിക്കുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാം. എങ്ങനെ കൺട്രോൾ ചെയ്യാം? റെഗുലേറ്റിംഗ് സെൻസസ്. അപ്പൊ കാമത്തിൽ നിന്നാണ് ക്രോധം വരുന്നത്, ക്രോധത്തിൽ നിന്നാണ് ലോഭം വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കാമം കൊണ്ടാണ് ക്രോധം. എന്താണ് ആ ശ്ലോകം? ധ്യായതോ വിഷയം പുംസാം ജായതോ പറയൂ. ജായതേ സംഘ സംജായതേ കാമ കാമാത് ക്രോധാത് ക്രോധോപി ജായതേ ക്രോധാത് ഭവതി സമോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതൊക്കെ ഒരു സീക്വൻസ് ആണ്. എങ്ങനെയാണ് സംഗതി നടക്കുന്നത്? അപ്പോ എവിടെയാണ് അതിന്റെ തുടക്കം? കാമം. ധ്യായതോ വിഷയ പുംസാം. എന്താണ് ധ്യായതോ വിഷയം പുംസം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇതിന്റെ അർത്ഥം? വിഷയങ്ങളെ വിഷയങ്ങളെ പറ്റിയുള്ള ചിന്ത. വിഷയങ്ങള് നമ്മൾ കോൺടെംപ്ലേറ്റ് ചെയ്യുക, അതിന് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. സിനിമ 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 സിനിമ, സിഗരറ്റ് 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 സിഗരറ്റ്, അതിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ അത് ഭോഗിക്കാനുള്ള ഇത് വരും, ആഗ്രഹം വരും. അപ്പൊ വിഷയങ്ങളിൽ ധ്യായതോ വിഷയം. പിന്നെ അപ്പൊ അതിനോട് അറ്റാച്ച്മെന്റ് വരും. അറ്റാച്ച്മെന്റ് വരുമ്പോ എന്തായി? പിന്നെ കാമം. കാമം നടക്കാതെ വരുമ്പോൾ ക്രോധം. അങ്ങനെയാണ് ഈ സീക്വൻസ് വരുന്നത്. ഇതാണ് പറയുന്നത്, ആദ്യം തന്നെ മുളയിൽ തന്നെ നുള്ളണം, ലസ്റ്റിനെ നശിപ്പിക്കണം. അതാണ് നമ്മളുടെ ജ്ഞാനത്തിനെ അതേപോലെ സാക്ഷാത്കാരത്തിനെയും അപഹരിക്കുന്നത് എന്നാണ് പറയുന്നത്, നശിപ്പിക്കുന്നത്. So the Lord advised Arjuna to regulate the senses from the very beginning so that he could curb the greatest sinful enemy, lust, which destroys the urge for self-realization and specific knowledge of the self. നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടുകൂടി വളർത്തിയാൽ, അച്ഛനും അമ്മയും നല്ലൊരു ഡിവോട്ടി ആയിട്ട് അവര് ഡെയിലി ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, നാമം ജപിക്കുക, സത്സംഗം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളെ അത് കണ്ടുപഠിക്കും. നമ്മൾ പഠിപ്പിക്കും കൂടി വേണ്ട. എന്താണ് മുതിർന്ന ആൾക്കാർ ചെയ്യുന്നത് അതാണ് മക്കളും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്, അത് പ്രകാരം മതി. പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൂടി ഇങ്ങനെ വളരെ നന്നായിരിക്കും. കുട്ടിക്കാലത്ത് അവരെ നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കണം. അതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്, ആദ്യം മുതൽക്ക് തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കണം, സെൻസസിനെ റെഗുലേറ്റ് ചെയ്യാൻ. പിന്നീട് നമ്മൾക്ക് ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മുടെ ഹാബിറ്റ്, ഒരു ശീലം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ നോക്കിയിട്ട് പല ആൾക്കാരും ചെയിൻ സ്മോക്കേഴ്സ് ഒരുപാട്, പിന്നെ അതേപോലെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർ, ഈ ശീലം ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുക്കണം. ഇത് നല്ലതല്ല, ഇന്നത് ചെയ്യണം, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമാണ് അവര് ആ രീതിയിൽ അവർ നന്നായിട്ട് വളരുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഇതിനെ കളയാൻ വേണ്ടി പറയുന്നത് കർബ് ദ ഗ്രേറ്റസ്റ്റ് സിൻഫുൾ ഇൻ മീ. ഇതാണ് നമ്മളുടെ ജ്ഞാനത്തിനെയും, ആരാണ് ആത്മാവ് എന്നുള്ള ആ ജ്ഞാനത്തിനെ നശിപ്പിക്കുന്നത്. ജ്ഞാന റിഫേഴ്സ് ടു നോളജ് ഓഫ് സെൽഫ് ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ നോൺ സെൽഫ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അതിന്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത്? അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആത്മാവാകുന്നു, ഞാൻ ഈ ശരീരമല്ല. നോൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ശരീരം, സെൽഫ് പറഞ്ഞാൽ ആത്മാവ്. in other words, knowledge of that the spirit soul is not the body. അതായത് ഈ ആത്മാവ് ശരീരമല്ല എന്നുള്ള ജ്ഞാനം. വിജ്ഞാന refers to specific knowledge of the spirit soul's constitutional position and its relationship with the supreme soul. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് സോളും സൂപ്പർ സോളും തമ്മിലുള്ള ആ ബന്ധവും സ്പിരിറ്റ് സോളിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും അസ്തിത്വം, ഇതാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദസ് ഇൻ ദ ശ്രീമദ് ഭാഗവതം. ജ്ഞാനം പരമഗുഹ്യം തേ യദ് വിജ്ഞാന സമന്വിതം സ രഹസ്യം തദൻകം ച ഗ്രഹാണ ഗതിതാമയ.
The knowledge of the self and the supreme self is very confidential and mysterious. But such knowledge and specific realization can be understood if explained with their various aspects by the Lord himself. അപ്പോൾ ഇത് അത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര പ്രാവശ്യം നമ്മൾ ഭഗവത്ഗീത വായിച്ചു, എത്ര പ്രാവശ്യം നമ്മൾ ക്ലാസ്സിലിരുന്നു, എന്നിട്ടും നമുക്ക് ഇപ്പോഴും പല സംശയങ്ങളുണ്ട്. ഈ ആത്മാവിനെ പറ്റിയിട്ടും പരമാത്മാവിനെ പറ്റിയിട്ടും അവർ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടും, ഇല്ലേ? അപ്പൊ അത്ര ഈസിയല്ല ഇത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് വെരി കോൺഫിഡൻഷ്യൽ ആണ്, ഇത് ഗുഹ്യതമമാണ്, അത് മാത്രമല്ല മിസ്റ്റീരിയസ് ആണത്. നമ്മുടെ മനസ്സിലാക്കുന്നതിന് എത്രയോ അപ്പുറത്താണ്, മിസ്റ്ററിയാണ്. Bhagavad Gita gives us the general and specific knowledge of the self. Bhagavad Gita 2nd chapter പ്രത്യേകിച്ചും സെൽഫിനെ പറ്റി, ആത്മാവിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പല ശ്ലോകങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. The living entities are parts and parcels of the Lord, and therefore they are simply meant to serve the Lord. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പാർട്ട് ആൻഡ് പാർസൽ അംശങ്ങള് ആ ഹോളിനെ, സുപ്രീം ഹോളിനെ സേവിക്കണം. അതേപോലെ നമ്മളും ഭഗവാന്റെ അംശങ്ങളാണ്, ഭഗവാനെ സേവിക്കുക എന്നാണ് നമ്മളുടെ കർത്തവ്യം. This consciousness is called Krishna consciousness. ഇതിനെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. So from the very beginning of life one has to learn this Krishna consciousness, and thereby one may become fully Krishna conscious and act accordingly. അപ്പൊ ആദ്യം മുതൽക്ക്, ചെറുപ്പകാലം മുതൽക്ക് നമ്മുടെ കൃഷ്ണാവബോധത്തിൽ പഠിക്കുമ്പോൾ വേണം, അതിനനുസരിച്ച് ജീവിക്കും വേണം എന്നാണ് പറയുന്നത്. So lust is only the perverted reflection of love of God, which is natural for every living entity. അപ്പൊ ഇവിടെ കാമം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിലെ പ്രേമത്തിന്റെ തലകീഴായിട്ടുള്ള ഒരു വേർഷനാണ്, പെർവേർട്ടഡ് റിഫ്ലക്ഷൻ. അത് എല്ലാവർക്കും ഈ ടെൻഡൻസി, ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, ഒരാളെ സ്നേഹിക്കുന്നത്, ഇത് ടെൻഡൻസി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ട്. അതിനെ പ്രോപ്പർ ചാനലിൽ കൂടെ കൊണ്ടുപോയിരുന്നതാണ് കൃഷ്ണ കോൺഷ്യസ്നസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹം എന്നുള്ളത് ഭൗതിക ലോകത്ത് വരുമ്പോൾ കാമമായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് വൺ ഈസ് എഡ്യൂക്കേറ്റഡ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഫ്രം ദ വെരി ബിഗിനിങ്, ദാറ്റ് നാച്ചുറൽ ലവ് ഓഫ് ഗോഡ് കനോട്ട് ഡിറ്റീരിയേറ്റ് ഇൻ ടു ലസ്റ്റ്. നമ്മുടെ ആദ്യം മുതൽക്ക് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഈ ലവ്, ഈ സ്നേഹം, ഈ പ്രേമം, ഭഗവാനോടുള്ള പ്രേമം, സ്നേഹം, ഇത് ഇന്ദ്രിയങ്ങളോടുള്ള ഒരു കാമമായിട്ട് മാറില്ല. Nonetheless, when love of God deteriorates into lust, it is very difficult to return to the normal condition. അപ്പൊ നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ അതിന് തിരിച്ച് നോർമലായിട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് പറയുന്നത്. ഇപ്പൊ ലവ്ന്ന് ലസ്റ്റിലേക്ക് പോയാൽ തിരിച്ച് ലവിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക് ടു ദ നോർമൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. എത്ര പറഞ്ഞാലും തല കയറില്ല. ചില ആൾക്കാർക്ക് ഉണ്ടോ, ഈ സിഗരറ്റ് വലിച്ച് അത് നിർത്താൻ പറ്റില്ല, അഡിക്ഷനായി. മത്സ്യമാംസം കഴിച്ചാൽ നിർത്താൻ പറ്റില്ല, അഡിക്ഷനായി. അപ്പോ നമ്മൾ വി ആർ ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ അതർ പീപ്പിൾ, അതർ തിങ്സ്, എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് യാതൊരു ഡിസിഷനും എടുക്കാൻ പറ്റാതെ നമ്മൾ ആ വലയത്തിൽ അകപ്പെട്ടു പോയി. അവരുടെ സ്വാധീനം, ഭക്ഷണത്തിന്റെ സ്വാധീനം, നോൺ വെജ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, മദ്യമില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, സിഗരറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയും നമ്മൾ അതിന് അടിമപ്പെട്ടു. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇതില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല പറഞ്ഞാൽ നമ്മളുടെ ഇൻഡിവിജ്വലായിട്ട് പോയി, നമ്മളുടെ അസ്തിത്വം പോയി, നമ്മൾ അവരെ അടിമയായി. അപ്പൊ അങ്ങനെ നമ്മൾ നോർമൽ ആളായിട്ട് മാറില്ല, നമ്മൾ അബ്നോർമൽ ആയിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കൺട്രോൾ ഇല്ല. ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല എന്ന് എനിക്കൊരു ദൃഢനിശ്ചയം എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ, ചില വസ്തുക്കളുടെ അധീനത്തിലാവുകയാണ് ചെയ്യുന്നത്, അടിമയാവാണ്, അഡിക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. Nonetheless, Krishna consciousness is so powerful that even a late beginner can become a lover of God by following the relative principles of devotional service. പക്ഷെ കൃഷ്ണ കോൺഷ്യസ് വളരെ പവർഫുൾ ആണ്. നമ്മൾ വിചാരിച്ചാൽ, നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ
ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ നമ്മളെ ഈ യമനിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഭക്തി നമ്മള് ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും. ഈവൻ ലൈറ്റ് ബിഗിനേഴ്സ്, ഞാനൊക്കെ ലൈറ്റ് ബിഗിനറാണ്. ഈവൻ എനിക്കും കൂടി പറ്റും, ഞാൻ അതിന് ശ്രമിച്ചാൽ. അതിനുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം എനിക്ക് എന്തായാലും ഞാൻ നേരെ ആവണം, ഞാൻ പ്യൂരിഫൈ ആവണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ എനിക്കുണ്ടെങ്കിൽ ഈവൻ ദോ ലൈറ്റ് കമർ ഐ ക്യാൻ ബി സക്സസ്ഫുൾ എന്നാണ് പറയുന്നത്. സോ ഫ്രം എനി സ്റ്റേജ് ഓഫ് ലൈഫ് ഓർ ഫ്രം ദ ടൈം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് അർജൻസി. ഓക്കെ, ഇത് വളരെ അർജന്റ് ആണ്. ഇത് വളരെ വടികൾ ഈസി ആം ചെയർ ഫിലോസഫി ഒന്നും അല്ല. അത് ഈസി ചെയറിലിരുന്നിട്ട് പിന്നെ ആവാം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ചെയ്യണം. ഒരു മിനിറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി അർജന്റ്. പ്രഭുപാദർ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറഞ്ഞത് എന്താണ്? പ്രഭുപാദ് പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ മെസ്സേജ് വെക്കുന്ന എല്ലാ സ്ഥലത്തും. അപ്പോ ഭക്തിസിദ്ധാന്ത സരസ്വതി, ദിസ് കനോട്ട് വെയിറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. സ്വാതന്ത്ര്യം വന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ബ്രിട്ടീഷുകാരെ, നാളെ വേറെ വല്ലവരും ഭരിക്കും. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ വേറെ വല്ലവരും നമ്മളെ ആക്രമിക്കും. അപ്പൊ ഇത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് എമർജൻസിയാണ്, ഇത് അർജൻസിയാണ്. ഡു ഇറ്റ് റൈറ്റ് നൗ, ദിസ് കനോട്ട് വെയിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പ്രഭുപാദരെയും ആക്ച്വലി ആ ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു നിർദ്ദേശം. ദിസ് കനോട്ട് വെയിറ്റ്, ദിസ് ഇസ് എമർജൻസി. മറ്റത് വെയിറ്റ് ചെയ്യും. അത് പല ആൾക്കാരും വന്നും പോയിക്കൊണ്ടിരിക്കും. പല ആൾക്കാരും ഭരിക്കും, പല ആൾക്കാരും വിട്ടുപോകും, പിന്നെ വീണ്ടും പുതിയ ആൾക്കാർ വരും. ഇതിന് യാതൊരു അന്ത്യമില്ല. പക്ഷെ ഇത് എമർജൻസിയാണ്. ഈ മനുഷ്യ ജന്മം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ്. ഇത് നമ്മൾ കളഞ്ഞു കുളിച്ചാൽ പിന്നെ അടുത്ത ജന്മം നമുക്ക് മനുഷ്യജന്മം കിട്ടുമോ നമുക്കറിയില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എമർജൻസി. ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ, ഡോണ്ട് വെയിറ്റ് ഫോർ നെക്സ്റ്റ് മോമെന്റ്, നൗ സ്റ്റാർട്ട് റൈറ്റ് നൗ എന്ന് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി ഗോട്ട് ഇറ്റ്. പ്രഭുപാദക്ക് മനസ്സിലായി അതിന്റെ എമർജൻസി. ഇതിന് ഈ കൃഷ്ണാവബോധം എന്നുള്ള കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓൺ എനി എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യമാണെന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി പ്രഭുപാദ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമിനെ മനസ്സിൽ തന്റെ ഗുരുവായി കണ്ടത്. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതേപോലെ ഒരു കാര്യം, ആ ഒരു സിദ്ധാന്തം വേറെ ഒരു ആൾക്കാരൊന്നും പ്രഭുപാദ അതുവരെ കേട്ടിട്ടില്ല. ഹി ഈസ് ദ റൈറ്റ് ഗുരു, ഐ ഷുഡ് അക്സെപ്റ്റ് ഹിം ആസ് മൈ സ്പിരിച്വൽ മാസ്റ്റർ. മനസ്സിൽ 1922 ഫസ്റ്റ് മീറ്റിംഗ്, 1933 ആണ് ഇനീഷ്യേഷൻ നടന്നത് പ്രഭുപാദ. 11 years. അതുവരെ ഇതുണ്ടായിരുന്നു. ഇനീഷ്യേഷൻ കഴിഞ്ഞ് 33 ആണെങ്കിലും വിട്ടിട്ട് അതുവരെ ആ കൃഷ്ണാവബോധത്തിൽ സജീവമായി പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഒക്കെ എല്ലാം ചെയ്തു പ്രഭുപാദ. So from any stage of life or from the time of understanding its urgency, one can begin regulating senses in Krishna consciousness, devotional service of the Lord, and turn the lust into love of God. അപ്പൊ നമ്മുടെ കാമത്തിനെ തിരിച്ച് നമുക്ക് പ്രേമത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. The highest perfectional stage of human life. അതാണ് highest perfection stage. മനുഷ്യജന്മത്തിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു സ്റ്റേജാണ്, ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 42 അടുത്ത ക്ലാസ്സില്. അപ്പോൾ 40 and 41 എടുത്തു നമ്മള്, അല്ലേ? 40, 41 എടുത്ത്. पतितानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव जी की जय. प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंद हरि हरि बोल. हरे